ലോകം മുഴുവൻ ഈ ഒരു ദിവസം പ്രണയദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഡോക്ടർക്ക് എന്താണ് തുടക്കത്തിൽ തന്നെ നമ്മളോട് പറയാനുള്ളത്? ലോകമെമ്പാടും ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ, അതിന് പ്രണയികളുടെ ദിനവും പ്രണയം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ദിവസമായിട്ടാണ്. പലപ്പോഴും പ്രണയമൊക്കെ ചെറുപ്പക്കാരുടെ പ്രണയമായിട്ടാണ് നമ്മൾ വിവക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സിനിമയിലും ബുക്കുകളിലും ഒക്കെയുള്ള റൊമാൻസ് ആയിട്ട്. അപ്പോൾ എന്നിരുന്നാലും ഏത് സമൂഹമായാലും ഏത് ജനതയായാലും ലോക ജനത മൊത്തം പലപ്പോഴും അവരുടെ ഒരു എക്സിസ്റ്റൻസ്, അവരുടെ ഒരു ഹ്യൂമാനിറ്റിയുടെ ആധാരമായി നിൽക്കുന്നത് പ്രണയമാണെന്നുള്ളതാണ് സത്യം. പ്രകൃതിയിലും പ്രണയമുണ്ട്, ലവ് അല്ലേ? എല്ലാത്തിലും ആ നിറങ്ങളോട് നമുക്ക് തോന്നുന്ന ഇഷ്ടം, പൂക്കളോട് തോന്നുന്ന ഇഷ്ടം, അല്ലെങ്കിൽ അടുത്ത ഒരു തലമുറകൾ കൈമാറി ജനറ്റിക്സ് വരുന്നത് എല്ലാം ഈ പ്രണയത്തിൻ്റെ ആധാരത്തിലാണ്. പ്രണയമില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാ കുലങ്ങളും നിന്നു പോവുക തന്നെ ചെയ്യും. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ എവിടെയോ മനുഷ്യൻ സ്നേഹവും കെയറിങ്ങും അല്ലെങ്കിൽ അതിലെ ആ പ്രണയവും ഒക്കെ കണ്ടെത്തിയപ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ ഉണ്ടായത്, കുട്ടികളെ പരിരക്ഷിക്കുന്നത്. കെയറിങ് എന്ന് പറയുന്നത് പ്രണയവുമായി ചേർന്ന് തന്നെ പോകുന്നത് അവിടെയാണ്. അടുത്ത കാലത്ത് ഒരു കപ്പിൾ, ഒരു കമിതാക്കളുടെ കുഴിമാടത്തിൽ നിന്ന് അവർ വളരെ സ്നേഹത്തോടെ അന്യോന്യം ആശ്ലേഷിച്ച് കിടക്കുന്ന ഒരു പടം ഞാൻ ഈ ഇടയ്ക്ക് കാണാനുണ്ടായി. അപ്പോൾ ഇന്ന് കാണുന്ന പ്രണയം മാത്രമല്ല, കാലാകാലങ്ങളായി മനുഷ്യൻ്റെ ജനിതക ഘടനയിൽ തന്നെ പ്രണയമുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ 365 ദിവസത്തിൽ നമ്മൾ ഒരു ദിവസം അത് ഓർക്കാനും അതിനെ ആഘോഷിക്കാനും എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വെറുപ്പും പകയുമുള്ള അതെല്ലാം വിദ്വേഷവും ഒക്കെ വളരുന്ന ഈ കാലഘട്ടത്തിൽ പ്രണയത്തെ നമ്മൾ ഹൃദയത്തോട് ചേർക്കുക തന്നെ വേണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഡോക്ടർ തന്നെ പറഞ്ഞു ഈ ഒരു ദിവസം എന്നത് പ്രത്യേകമായി നമ്മൾ ആഘോഷിക്കുന്നു എന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിലും ഈ പ്രണയം എന്നത് ആഘോഷമായി മാറാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു പ്രണയം എന്നൊരു വികാരത്തെ അല്ലെങ്കിൽ ആ ഒരു മനോഹരമായ ഒരു കാര്യത്തെ ഇന്നത് നമ്മൾ ഓരോ ദിവസവും ആഘോഷിക്കുന്നു എന്ന് തോന്നുന്നില്ലേ? ഇന്നത്തെ തലമുറ അതിനെ വളരെയധികം കൊണ്ടാടുന്നതായി തോന്നുന്നില്ലേ? വളരെ നല്ലൊരു മാറ്റമാണ് അങ്ങനെ ഒരു മാറ്റം സമൂഹത്തിലുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു കാലാകാലങ്ങളായി നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ചിട്ട ഈ മനുഷ്യർ തമ്മിലുള്ള വികാര പ്രകടനങ്ങൾക്കും സ്നേഹത്തിനുമെല്ലാം അതിരുകളും വിലക്കുകളും അതുപോലെ തന്നെ സ്പേസും നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് വായിക്കുമ്പോഴും ബുക്കുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കൾച്ചർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും പ്രണയം ഒന്നിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്നില്ല. അതിപ്പോൾ നമ്മുടെ ടെമ്പിൾ ആർട്ടിലാണെങ്കിലും നമ്മുടെ എല്ലാ ഐതിഹ്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഏത് ഒരു കഥയെടുത്താലും അതിനകത്തെല്ലാം പ്രണയമുണ്ട്. പ്രണയത്തിനെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ചരിത്രമാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യക്കുള്ളത്. കാമസൂത്ര വന്ന രാജ്യമാണിത്. കാമ എന്ന് പറയുന്നതിനെ ഡിസയർ അല്ലെങ്കിൽ ലുബിയാദി എന്ന് പറയുന്ന സാൻസ്ക്രിത് വേർഡിൽ നിന്നാണ് പ്രണയത്തിൻ്റെ വാക്കുണ്ടായതെന്നാണ് പറയുന്നത്. ലൂഫു എന്ന് പറയുന്ന ഒരു ജർമ്മൻ വേർഡും ഒപ്പമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ പ്രണയവും ഡിസയർ എന്ന് എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നു. പക്ഷേ കാലാകാലങ്ങളായുള്ള മാറ്റങ്ങൾ, ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിലൊക്കെ പ്രണയത്തിൻ്റെ എക്സ്പ്രഷനിലെല്ലാം മാറ്റം വന്നു. മതത്തിന് വലിയൊരു അടിസ്ഥാനം ഇതിനായിട്ടുണ്ട്. മതപരമായ ആചാരങ്ങളിൽ കൂടി മാത്രം അല്ലെങ്കിൽ അതിൻ്റെ അതിർവരമ്പുകളിൽ പ്രണയത്തിനെ പിടിച്ചു കെട്ടുന്ന അവസ്ഥയുണ്ടായി. ഒപ്പം പ്രണയം എന്ന് പറയുന്നത് ഒരു മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കല്യാണം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആകുകയും ഒക്കെ ഒരു ചെയ്ത കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനം പലപ്പോഴും സദാചാരം അല്ലെങ്കിൽ തെറ്റുകൾ, പ്രണയത്തിൽ തെറ്റ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ വരമ്പുകൾ എങ്ങനെയെന്ന് നിഷ്കർഷിക്കുന്ന പലപ്പോഴും വ്യക്തിയല്ല, ചുറ്റുമുള്ള സമൂഹമൊക്കെയായി മാറി. പക്ഷേ കാലങ്ങളുടെ ഒരു മോഡേൺ വേൾഡിൻ്റെ എവല്യൂഷനിൽ പ്രണയത്തിലും മാറ്റങ്ങളുണ്ട്. ഉറപ്പായിട്ടും പ്രണയത്തിനുള്ള ആക്സെപ്റ്റൻസിലും മാറ്റം വന്നിട്ടുണ്ട്. മനസ്സിൽ അടക്കി പിടിക്കേണ്ടത് പുറമേക്ക് കാണിക്കാൻ പാടില്ലാത്തത് പബ്ലിക്കായിട്ട് എത്രമാത്രം ഡിസ്പ്ലേ ചെയ്യാം, ഇതിലെല്ലാത്തിലും കാലാനുസൃതമായി മോഡേൺ വേൾഡിലും അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൾച്ചറലി ഓൾസോ ഇന്ന് നമുക്കൊരു രാജ്യത്തേക്ക് നമ്മുടെ കൾച്ചർ ഒതുങ്ങുന്നില്ല. ഗ്ലോബൽ സിറ്റിസൺസ് ആണ് ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ. അവർക്ക് എല്ലാ രാജ്യങ്ങളിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഉള്ള തിരിച്ചറിവുണ്ട്. നമ്മുടെ മീഡിയ ആണെങ്കിലും അപ്പോൾ ലോകമെമ്പാടും ആൾക്കാർ ഇന്ന് കണക്റ്റഡ് ടുഗദറാണ്. അപ്പോൾ കൾച്ചറിൽ അതിൻ്റെ വ്യത്യാസമുണ്ട്.
പ്രണയത്തിൻ്റെ പ്രകടനങ്ങളിലും അതിൻ്റെ കാലാനുസൃതമായി ഇന്ന് കുറച്ചുകൂടി ധൈര്യവും ഫ്രീഡവും ഒക്കെ മേ ബി ഇന്നത്തെ പുതിയ തലമുറ പ്രണയത്തിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം പ്രണയവും ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ഒരു നല്ല ബന്ധങ്ങൾക്കൊക്കെയുള്ള അതിർവരമ്പുകളും പഴയതുപോലെ അത്ര ഡിഫൈൻഡ് അല്ല. പണ്ടൊക്കെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് സംസാരിച്ചാൽ തന്നെ അതിനെ കാണുന്ന കാഴ്ചപ്പാടെല്ലാം വളരെ നെഗറ്റീവ് ആകാൻ സാധ്യത. ഇന്ന് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ സൗഹൃദവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് പുതിയ തലമുറയെ സംബന്ധിച്ചോളം. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് ഒരു വികാരത്തിനപ്പുറം അതൊരു ബന്ധമായിട്ട് മാത്രം ഒതുങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതൊരു നല്ല മാറ്റവുമാണ്.